നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കരബാ കപ്പിൽ നടന്ന ടോട്ട്നാം ലിവർപൂൾ മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. 23 മത്സരങ്ങളായി ലിവർപൂൾ എല്ലാ കോമ്പറ്റീഷനിലും അൺബീറ്റൻ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊരു തടയിടാൻ ഇന്ന് സ്പേഴ്സിന്റെ പെർഫോമൻസിന് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. അങ്ങനെ കരബാ കപ്പിന്റെ ആദ്യ സെമി ഫൈനലിൽ 1-0 ടോട്ടനാം ലിവർപൂളിനെ പരാജയപ്പെടുത്തിയത്. ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒരു വെൽക്കം ചേഞ്ച് എന്ന രീതിയിൽ നമ്മൾ സൺഡേ ആണ് സ്ലാവിയയിൽ നിന്ന് ഒരു പുതിയ ഗോൾ കീപ്പറെ സൈൻ ചെയ്തത്. ആന്റണിൻ കിൻസ്കി ഇന്ന് സ്റ്റാർട്ടിംഗ് 11 വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡെസ്പെറേഷൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാം. അതിന്റെ ഒരു ചേഞ്ച് ഇന്ന് ടീമിന്റെ പെർഫോമൻസിൽ കണ്ടു എന്ന് പറയേണ്ടി വരും. കിൻസ്കെ ഓൺ ബോളിലൊക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് കളിക്കുന്നത്. യാതൊരു പാനിക് ബോർഡും പുള്ളിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. ഡിസ്ട്രിബ്യൂഷനൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി. 1-2 സേവുകൾ ഉണ്ടായിരുന്നു. ഒരു നല്ല രീതിയിലുള്ള ഡെബ്യൂ പെർഫോമൻസ് ആണ് കിൻസ്കിയുടെ സൈഡിൽ നിന്ന് നമ്മളിന്ന് കണ്ടത്. കളി തുടങ്ങി 8-ാം മിനിറ്റിൽ തന്നെ മറ്റൊരു ട്രാജഡി നമ്മൾ കണ്ടു. നമ്മുടെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള റോഡ്രിഗോ ബെൻറ്റുങ്കർ കൊഴിഞ്ഞു വീണു. പുള്ളിയുടെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. 1-2 ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞ് 7 മാച്ചിന്റെ സസ്പെൻഷൻ കിട്ടി ടീമിലേക്ക് തിരിച്ചു വന്ന സിറ്റുവേഷനിലാണ് ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടാകുന്നത്. സ്ട്രോക്ക് ആണെന്നാണ് വിചാരിക്കുന്നത്, പക്ഷേ കൺഫേംഡ് അല്ല. എന്തായാലും സ്പീഡി റിക്കവറി ആശംസിക്കുന്നു. അധികം വൈകാതെ ലിവർപൂളിന്റെ കോൺസെയും ഇഞ്ചുർഡായി പുറത്തേക്ക് പോകേണ്ടി വന്നു. വളരെ സർപ്രൈസിംഗ് ആയിട്ട് എൻഡോ ആണ് ഇന്ന് ഡിഫൻസിലേക്ക് വന്നത്. വാൻഡേക്കും എൻഡോ ആയിട്ടുള്ള ഒരു പേരൊക്കെ നമ്മളിന്ന് കണ്ടു. കളിയുടെ ആദ്യത്തെ ഒരു 20 മിനിറ്റിൽ ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് സ്ലോപ്പി ആയിട്ടുള്ള കുറച്ച് പാസുകളൊക്കെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ടിമിക്കാസിന്റെ സൈഡിൽ നിന്ന് 1-2 ലൂസ് ബോളൊക്കെ ഉണ്ടായിരുന്നു. ഇത് മുതലാക്കാൻ സൊളാങ്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. പതുക്കെ ലിവർപൂൾ കളിയിലേക്ക് തിരിച്ചു വന്നു. എടുത്തു പറയേണ്ട കുറച്ച് പിള്ളേരുടെ പെർഫോമൻസ് ഉണ്ട്. ഡെസ്പെൻസ് വേഴ്സസ് സല, എനിക്ക് തോന്നുന്ന ഒരു നല്ല ബാറ്റിലാണ് ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നടന്നത്. ഒരു പരിധി വരെ മോ സലയെ പിടിച്ചു നിർത്താൻ ഡെസ്പെൻസിന് കഴിഞ്ഞു എന്ന് ഇന്നത്തെ പെർഫോമൻസിലൂടെ നമുക്ക് പറയേണ്ടി വരും. ആർച്ചി ഗ്രേ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു എടുത്തു പറയേണ്ട പേരാണ് ബഗ്വാൾ. പുള്ളിയാണ് സെക്കൻഡ് ഹാഫിൽ സ്പേഴ്സിന് വേണ്ടി സ്കോർ ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫിൽ 1-2 ചാൻസുകളൊക്കെ ലിവർപൂളിലും കിട്ടി, പക്ഷേ അത്ര ക്ലിനിക്കൽ ആയിട്ടുള്ള ഫിനിഷിംഗ് ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. ജോട്ടയ്ക്ക് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. 1-2 ക്രോസുകൾ ബോക്സിലേക്ക് വന്നു. ഇതൊക്കെ കൃത്യമായിട്ട് സേവ് ചെയ്യാൻ കിൻസ്കിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു പോസിറ്റീവാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 0-0 എന്ന നിലയിൽ മുമ്പോട്ട് പോയി. സെക്കൻഡ് ഹാഫിലെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു കിടിലം ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സ്പേഴ്സിന് കഴിഞ്ഞു. ഇവിടെ അലിസൺ ബക്കറെ ബഗ്വാൾ പോയിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രസ്സിങ്ങിലൂടെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. ബക്കർ അവിടെ ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ തിരിച്ചു വന്ന് ആ ബോൾ റിക്കവർ ചെയ്യാൻ ബഗ്വാളിന് കഴിഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി പെഡ്രോ പോറോക്ക് ആ പാസ് കിട്ടി. ഓപ്പൺ പോസ്റ്റിലേക്ക് അടിച്ചിട്ട് പോലും പുള്ളിക്ക് അത് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു മിസ്സാണ് സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. പിന്നീട് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ലൂയിസ് ഡിയാസ് വന്നു, ന്യൂനിയസ് വന്നു. അതിനുശേഷം അലക്സാണ്ടർ അർണോൾഡും ടീമിലേക്ക് ജോയിൻ ചെയ്തു. ഈ സമയത്താണ് ബഗ്വാളിന്റെ ആദ്യത്തെ യെല്ലോ കാർഡ് ഇൻസിഡന്റ് വരുന്നത്. അതിനെപ്പറ്റി പറയേണ്ടതുണ്ട്. കാരണം ആ ഇൻസിഡന്റ് ഒരു കാരണവശാലും യെല്ലോ കാർഡ് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം പുള്ളി സ്ലൈഡിംഗ് ടാക്കിൾ ചെയ്തു, ഓൺഫീൽഡ് റെഫറി അത് യെല്ലോ കാർഡ് കൊടുക്കുന്നു. ഇത് പറയേണ്ടതുണ്ട്, കാരണം ഇനി വരാൻ പോകുന്ന ഇൻസിഡന്റ് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അതിനുശേഷം സൊളാങ്കിക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടി, പുള്ളി അത് സ്കോർ ചെയ്യുന്നു. അൺഫോർച്ചുനേറ്റ്ലി വാർ ഇന്റർവ്യൂൻ ചെയ്ത് വരയൊക്കെ വരച്ചപ്പോൾ പുള്ളി ഓഫ് സൈഡ് ആണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അലക്സാണ്ടർ അർണോൾഡ് ആ സമയത്ത് ഓൺ സൈഡ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ആ ഗോള് സ്പേഴ്സിന് അനുവദിച്ചിട്ടില്ല. അർണോൾഡിന്റെ ഒരു റൈറ്റ് വിങ് എന്നുള്ള ഷോട്ടൊക്കെ വന്നു. ഇവിടെ ഡ്രാഗോസിന്റെ ഗോൾ ലൈൻ ക്ലിയറൻസിനെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് ക്ലിയർ കട്ട് ഗോളാണ്. അതോടുകൂടി സ്പേഴ്സിന് ഒരു ആത്മവിശ്വാസമൊക്കെ കിട്ടി. 1-2 ചാൻസുകൾ ന്യൂനസിന് തേടി എത്തി. ഒരു ഹെഡർ ഉണ്ടായിരുന്നു, ഒരു കിഡിലം സേവ് കിൻസ്കിയുടെ സൈഡിൽ നിന്ന് വന്നു. ഇങ്ങനെ 2 സേവുകൾ വന്നതോടുകൂടി നമുക്ക് മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള സിറ്റുവേഷൻ വന്നു. ആ സമയത്താണ് ബഗ്വാളിന്റെ രണ്ടാമത്തെ ടാക്കിൾ വരുന്നത്. ഇവിടെ ടിമിക്കാസിനെ പുള്ളി സ്ലൈഡിംഗ് ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഉറപ്പായിട്ടും ആ ടാക്കിൾ ടച്ച് ഉണ്ടായിരുന്നു, പക്ഷേ ഓൺഫീൽഡ് റെഫറി യെല്ലോ കാർഡ് കൊടുത്തില്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് യെല്ലോ കാർഡിൽ പുള്ളി കാണിച്ച മിസ്റ്റേക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് യെല്ലോ കാർഡ് കൊടുക്കാതിരുന്നത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ.
ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ യെല്ലോ കാർഡ് ഒരു കാരണവശാലും യെല്ലോ കാർഡ് ആയിരുന്നില്ല. അപ്പോൾ റഫറിയുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് പുള്ളി കൊടുക്കാത്തത്. ഇറ്റ്സ് അപ് ടു ഹിം. അങ്ങനെ ബഗ്വാൾ ആ യെല്ലോ കാർഡിൽ നിന്ന് രക്ഷപ്പെട്ടു. വിത്തിൻ നോ ടൈം മറ്റൊരു ഓപ്പർച്യൂണിറ്റി സ്പേഴ്സിന് കിട്ടുന്നു. ഇവിടെ പെഡ്രോ പോറോ ഒരു ലോങ് ബോൾ ഇടുന്നു. ഇപ്പോൾ കുളസസ്കി ആ സമയത്ത് മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നു. അതുകൂടാതെ സൊളാങ്കി ബോളിനായിട്ട് റൺ ചെയ്ത് ബോൾ റിക്കവർ ചെയ്യുന്നു. പുള്ളി ആ ഒരു വൺ ടച്ചോടെ കൊനാട്ടയുടെ സൈഡിൽ നിന്ന് ബോൾ റിക്കവർ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ബഗ്വാളിലേക്ക് പാസ് ചെയ്യുന്നു. ബഗ്വാളിന്റെ ഒരു കിടിലം ഫിനിഷാണ് നമ്മൾ കണ്ടത്. ആ സമയത്ത് 1-0 ലീഡിലേക്ക് നമ്മൾ എത്തുകയും ചെയ്തു. പിന്നീട് 1-2 ഹാഫ് ചാൻസുകളൊക്കെ ലിവർപൂളിന് കിട്ടി. പക്ഷെ അത് മുതലാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. നമുക്കറിയാം രണ്ടാമത്തെ ലെഗ് ആൻഫീൽഡിലാണ്. എന്തായാലും ഇതിലും ഭീകരമായ രീതിയിൽ ലിവർപൂൾ തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ നല്ലൊരു പെർഫോമൻസ് ആണ് സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. ഒരുപാട് ഇഞ്ചുറി കൺസേൺസ് ആയിട്ട് പോലും ഇതുപോലുള്ള ടീമിനെതിരെ ഒരു ക്ലീൻ ഷീറ്റ് നേടാൻ കിൻസ്കി കഴിഞ്ഞു എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റാർട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. അത് മാത്രമല്ല, ലിവർപൂളിന്റെ ആ ഒരു അൺബീറ്റൻ റണ്ണിനെ നല്ല രീതിയിൽ തന്നെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ പെർഫോമൻസിന് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.